മനോജ് മേനോൻ തുടരുന്നുണ്ട്. മനോജ്, 190, 50 എന്ന് പറയുമ്പോൾ ആ വലിയ ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ടല്ലോ. സ്ട്രൈക്ക് റേറ്റ് സാധാരണ ക്രിക്കറ്റ് കളിയിൽ 70 എന്നത് വലിയ സ്ട്രൈക്ക് റേറ്റ് അല്ല, 150ഉം 200ഉം ഒക്കെയാണ് ഇപ്പോൾ IPL സ്ട്രൈക്ക് റേറ്റ്. പക്ഷേ രാഷ്ട്രീയത്തിൽ 50 എന്നതേ വളരെ മാന്യമായൊരു സ്ട്രൈക്ക് റേറ്റാണ്. 50, 60 എന്നത് ഇപ്പോൾ 70% മുകളിൽ സ്ട്രൈക്ക് റേറ്റ്. അത് ഒരു പാർട്ടിയല്ല, മുന്നണിയിലെ 2 പാർട്ടികളും BJP 80, JDU 84 എന്ന് പറയുമ്പോൾ 101 സീറ്റിലെ മത്സരിച്ചിട്ടുള്ളൂ 2 കക്ഷികളും, 101 വീതം. 74ഉം 80ഉം എന്ന് പറയുമ്പോൾ 80ന് മുകളിലേക്ക് ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് ഉയരുകയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന ചോദ്യമായിരിക്കും ഇനി കഴിഞ്ഞ അടുത്ത കുറേ ദിവസങ്ങളിലും ഈ മണിക്കൂറുകളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുക. അതേസമയം തന്നെ ഇങ്ങനെ അനുകൂലമായൊരു ഘടകം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ വമ്പിച്ച പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എത്രത്തോളം വലിയൊരു പെർസെൻറ്റേജിലേക്ക്, എത്രത്തോളം വലിയൊരു വളർച്ചയിലേക്ക് വോട്ട് വിഹിതം NDAക്ക് അനുകൂലമായിട്ടുണ്ടാകാം? ഒരുപക്ഷെ 50% തൊട്ടിട്ടുണ്ടാകുമോ ഇപ്പോൾ കാണുന്ന ഈ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ? രതീഷ്, ഇത് ബീഹാർ രാഷ്ട്രീയം അല്ലെങ്കിൽ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇക്കുറി കേവലം ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിരുന്നില്ല. ഇക്കുറി അത് രാജ്യത്തിൻ്റെ ദേശീയ രാഷ്ട്രീയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാവി യഥാർത്ഥത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കത്തിലാണ് അടങ്ങിയിരുന്നത്. കാരണം കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി നയിക്കുന്ന ഒരു സഖ്യമായിരുന്നു ഇക്കുറി ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിനകത്ത് പ്രധാനപ്പെട്ട 2 പാർട്ടികളായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഉണ്ടായിട്ടുള്ള NDA ഘടകത്തിൽ NDA സംബന്ധിച്ച് ബീഹാറിൽ വിജയിച്ചേ മതിയാവൂ എന്ന തരത്തിലുള്ളൊരു മത്സരമായിരുന്നു ബീഹാറിൽ ഉണ്ടായിരുന്നത്. കാരണം ബീഹാറിൻ്റെ സംസ്ഥാന ഭരണ തുടർച്ച മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ മോദി സർക്കാരിൻ്റെ നിലനിൽപ്പും ഈ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതായിരുന്നു. ഏതെങ്കിലും തരത്തിൽ NDAക്ക് ക്ഷീണമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാനത്തെ ബീഹാറിലെ സംസ്ഥാന ഭരണത്തെയും ബീഹാറിലെ NDA ഘടനയും അത് ബാധിക്കും. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിലും മോദി സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകും, ദേശീയ തലത്തിൽ NDA സഖ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകും. ഈ ഒരു വലിയ ആശയ സമരത്തെയാണ്, ഈ അഗ്നിപരീക്ഷണത്തെയാണ് ഇപ്പോൾ NDA അതിഗംഭീരമായ രീതിയിൽ അല്ലെങ്കിൽ വൻതോതിലുള്ള ജനപിന്തുണയോടുകൂടി അല്ലെങ്കിൽ വൻതോതിലുള്ള വോട്ട് പിന്തുണയോടുകൂടി മറികടന്നിരിക്കുന്നത്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തെയും വളരെയധികം സ്വാധീനിച്ച ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ബീഹാറിൽ നടന്നത്. അതുപോലെ തന്നെ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയം മാത്രമല്ല, അത് ദേശീയ രാഷ്ട്രീയമാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ നിലനിൽപ്പിനെയും ഈ മഹാസഖ്യത്തിൻ്റെ ബീഹാറിലെ പ്രകടനം കാര്യമായ തോതിൽ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വരും ദിവസങ്ങളിൽ മഹാസഖ്യത്തിനകത്തുണ്ടാകുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും രതീഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ പലതരത്തിലുള്ള ഘടകങ്ങൾ NDA സഖ്യത്തിന് തുണയായിട്ട് വർത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന, ബീഹാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന ജാതിഘടന തന്നെയാണ്. ജാതിഘടന വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ബീഹാറിൽ എക്കാലത്തും വിജയമുണ്ടായിട്ടുള്ളൂ. 1990 വരെ കോൺഗ്രസിനായിരുന്നു അവിടെ മേധാവിത്വമെങ്കിൽ 1990 ആദ്യമായിട്ട് സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ കൊടിക്കൂറ ബീഹാറിൽ ഉയർന്നു തുടങ്ങിയത്. അത് ലാലു പ്രസാദ് യാദവാണ്, അതുപോലെ തന്നെ നിതീഷ് കുമാറാണ്, രാംവിലാസ് പാസ്വാനാണ്. ഈ ത്രിമൂർത്തികൾ തന്നെയാണ് ഇക്കുറിയും, രംഗത്തുള്ളവരും രംഗത്തില്ലാത്തവരുമുണ്ട് ഈ ത്രിമൂർത്തികളിൽ. ഈ ത്രിമൂർത്തികൾ ഉയർത്തുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇക്കുറിയും ബീഹാറിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ജയപ്രകാശ് നാരായണനും അതുപോലെ തന്നെ കർപ്പൂരി താക്കൂറും മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുലകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ശിഷ്യന്മാരാണ് ഈ 3 പേരും, കർപ്പൂരി താക്കൂറിൻ്റെയും അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ്റെയും. സോഷ്യൽ എഞ്ചിനീയറിംഗ് ആദ്യമായി നടപ്പാക്കിയത് ഈ പറഞ്ഞ കർപ്പൂരി താക്കൂറാണ്. 70കളിൽ രണ്ട് വട്ടം ഹ്രസ്വകാലങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി താക്കൂറാണ് മുംഗേരിലാൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിക്കൊണ്ട് OBC വിഭാഗങ്ങൾക്ക് ആദ്യമായിട്ട് രാജ്യത്ത് ജാതി സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആരംഭിച്ചത്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളോ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സ്വത്വ രാഷ്ട്രീയ പാർട്ടികളോ പിന്തുണച്ചത്. അക്കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഫോർമുലകൾ തന്നെയാണ് അടുത്തിട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് ഇത്തരം ജാതി ഘടനകളുടെയോ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെയോ പുറമെയാണ് ഈ പറഞ്ഞ വികസന ഘടകങ്ങളും അതുപോലെ തന്നെ മറ്റു മുദ്രാവാക്യങ്ങളും നിലനിൽക്കുന്നത്. ഇപ്പോൾ വികസനം, നമ്മൾ നേരത്തെ ചർച്ച പോലെ വികസനം ഒരു വലിയ ഘടകമാണ് ബീഹാറിൽ, ചർച്ചാ വിഷയമായിരുന്നു ബീഹാറിൽ. അതോടൊപ്പം തന്നെ സ്ത്രീ പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള സ്ത്രീ ക്ഷേമ പദ്ധതികൾ അവിടുത്തെ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഏറ്റവും ഒടുവിൽ
പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ 10,000 രൂപ പോലുള്ള ധനസഹായം കൃത്യമായിട്ട് കയ്യിലെത്തിക്കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. പ്രഖ്യാപനം എന്നുള്ളത് നടപ്പാക്കുകയും അത് ഉപഭോക്താവിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെയോ കയ്യിലെത്തുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറുന്നു. അപ്പോൾ വാഗ്ദാനം യാഥാർത്ഥ്യമായി മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റിസൾട്ടിലോ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളോ പ്രതിഫലിക്കും. അതാണിപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന സ്ത്രീ വോട്ടർമാരുടെ ചരിത്രത്തിലില്ലാത്ത നിലയിലുള്ള സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം ഇക്കുറി വോട്ടിങ്ങിൽ ഉണ്ടായത്, പോളിംഗിൽ ഉണ്ടായത് പിന്നെ നിതീഷ് കുമാറിനും അതുപോലെ NDA സഖ്യത്തിനും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനാണ്. അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം യഥാർത്ഥത്തിൽ മറ്റ് സാമൂഹ്യ വിഷയങ്ങൾ ഒരാൾ അതുവരെ നിയന്ത്രണത്തിലായിട്ടുണ്ടെങ്കിൽ പോലും തൊഴിലില്ലായ്മ എന്നുള്ളതും അതുപോലെ തന്നെ തൊഴിലാളികളുടെ കുടിയേറ്റം, മൈഗ്രേഷൻ എന്ന് പറയുന്ന അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വലിയ തോതിലാണ്. അപ്പോൾ 5 കോടിയോളം പിന്നെ ആളുകൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇത്തരം കുടിയേറ്റ തൊഴിലാളികളായി അന്യ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് പിന്നെ ഔദ്യോഗികമായ പഠനം ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുടിയേറ്റം എന്ന് പറയുന്നത് വലിയ വിഷയമാണ്, തൊഴിലില്ലായ്മ വലിയ വിഷയമാണ്. ബീഹാറിൽ വ്യവസായങ്ങൾ ഉണ്ടാകുന്നില്ല, കാര്യമായ തോതിലുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളുടെയും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടതായിരുന്നു. 1 കോടി തൊഴിൽ നൽകുന്നതായിരുന്നു NDAയുടെ വാഗ്ദാനം. പക്ഷേ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വീതം ബീഹാറിലെ എല്ലാ കുടുംബത്തിലും സർക്കാർ ജോലി എത്തിക്കും അല്ലെങ്കിൽ സർക്കാർ ജോലി നൽകുമെന്നുള്ളതായിരുന്നു തേജസ്വിയുടെ വാഗ്ദാനം. ഈ 2 വാഗ്ദാനങ്ങളും അവിടെ കൃത്യമായ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 1 കോടി തൊഴിൽ നൽകുമെന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പ്രായോഗികതയും ബീഹാറിലെ ഇത്രയും വലിയ കോടിക്കണക്കിന് കുടുംബങ്ങളിൽ ഒരാൾക്ക് വീതം തൊഴിൽ നൽകുന്ന വാഗ്ദാനത്തിൻ്റെ അപ്രായോഗികതയും കൃത്യമായ രീതിയിൽ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. യാഥാർത്ഥ്യത്തോടൊപ്പവും അല്ലെങ്കിൽ പ്രായോഗികതയോടൊപ്പവുമാണ് പിന്നെ ബീഹാറിലെ യുവാക്കൾ നിന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. 1 കോടി തൊഴിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ച NDA സഖ്യത്തിനൊപ്പം യുവതലമുറ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. അപ്പോൾ ഇത്തരം വിവിധ ഘടകങ്ങൾ, സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ, മദ്യനിരോധനം വലിയൊരു ഫാക്ടറാണ്. മദ്യനിരോധനം 2017 പിന്നെ ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം, കടുത്ത കർശന നിയമമാണ് ബീഹാറിൽ നിലവിലുള്ളത്. മദ്യം ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, മദ്യം ഉപയോഗിക്കുക മാത്രമല്ല, മദ്യം കയ്യിൽ കൊണ്ടു നടക്കുന്നത് പോലും അവിടെ കുറ്റകരമായ പിന്നെ വിഷയമാണ്. അപ്പോൾ അത്തരത്തിൽ കർശനമായ ഒരു പിന്നെ മദ്യനിരോധനം കൊണ്ടുവന്നപ്പോൾ 2 തലങ്ങളുണ്ട് അതിന്. മദ്യനിരോധനം മൂലം സംസ്ഥാനത്തിൻ്റെ വരുമാനം 4,000 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള വസ്തുത സാമ്പത്തിക തലത്തിൽ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ റേറ്റ് കാര്യമായ തോതിൽ കുറഞ്ഞു എന്നുള്ള പഠനമാണ്. അതായത് മദ്യപിച്ചിട്ട് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം പിന്നെ അവസാനിച്ചു അല്ലെങ്കിൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു അവകാശവാദം. ഇതിനൊപ്പം തന്നെ അനധികൃത മദ്യ കടത്തൽ, അതുപോലെ തന്നെ അനധികൃത മദ്യനിർമ്മാണം, മദ്യ ദുരന്തങ്ങൾ ഇവ മറ്റൊരു വസ്തു കൂടി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള സാമൂഹ്യ യാഥാർത്ഥ്യവും അവിടെയുണ്ട്. പക്ഷേ സ്ത്രീ വോട്ടർമാരുടെ മനോഭാവം സ്വാഭാവികമായിട്ടും മദ്യനിരോധനത്തിനൊപ്പം നിൽക്കുകയും നിതീഷ് കുമാറിനൊപ്പം നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് വർദ്ധിച്ച തോതിലുള്ള സ്ത്രീ പങ്കാളിത്തത്തിലൂടെ. അതായത് ചുരുക്കത്തിൽ 2 ഭാഗങ്ങളായി എടുക്കാം. നിതീഷ് കുമാറിന്റെ ഭരണം, ബീഹാറിന്റെ സാമൂഹ്യ ഇൻഡെക്സ് ഒക്കെ ദേശീയ ശരാശരിയേക്കാൾ വളരെ കുറവാണ്. കേരളമായി തട്ടിച്ചു നോക്കിയാൽ വളരെ വളരെ കുറവാണ്. പക്ഷേ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ 2005 ശേഷം 2010 മുതൽ ഇതുവരെയുള്ള കാലയളവിൽ വിദ്യാഭ്യാസ മേഖലയിൽ നേരിയ പുരോഗതി ദേശീയ ഇൻഡെക്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ പുരോഗതി സൂചിപ്പിക്കുന്നുണ്ട്.